ഇന്നുണ്ടല്ലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 4 മണി പലഹാരമാണ് ഞാൻ വൈകിട്ട് തയ്യാറാക്കിയത്. അത് മോള് വാശി പിടിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പഴംപൊരിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വേഗം വേഗം പറയാം. അപ്പോൾ ഞാൻ ആദ്യം മൈദയാണ് എടുത്തിരിക്കുന്നത് ഇപ്രാവശ്യം കേട്ടോ. അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ല. 1.5 കപ്പ് മൈദ, അതുപോലെ തന്നെ 1/3 കപ്പ് ഇത് അരിപ്പൊടി ഉണ്ടല്ലോ അത്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇത് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്, ആലോചിച്ചത്. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി നുള്ളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ആ ഒരു മാവ് റെഡിയാക്കുക ചെയ്തത്. വെള്ളത്തിൻ്റെ അളവ് പറയല്ലേ, നമ്മൾ ഒഴിച്ചൊഴിച്ച് വന്നിട്ട് കുറേശ്ശായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ആ ഒരു നമ്മളെ പഴംപൊരിക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി വരെ ഒഴിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ ഞാൻ ഇത് വെറുതെ ഒരു പാത്രത്തിലെടുത്ത് ഒഴിക്കുക ചെയ്ത്, മെഷറിങ് കപ്പൊന്നും എടുത്തില്ല. അതുകൊണ്ടാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് എനിക്ക് അറിയാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ ചേർത്തിരിക്കുന്ന ജീരകം ആകെ സാധനങ്ങളൊന്നും വേണ്ട ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതിലിട്ട് ഉണ്ടാക്കൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ചും ജീരകമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ജീരകം ഇട്ടിട്ട് അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ കാരണം മോൾക്ക് വൈകിട്ടായി. ഇപ്പോൾ ഭയങ്കര വിശപ്പ്. അവൾക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് പനിയാണ്. അപ്പോൾ പനി വന്നപ്പോൾ വിശപ്പോട് വിശപ്പാണ്. അപ്പോൾ എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അമ്മയെ വിശക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് ഓരോന്ന് വീട്ടിലുള്ളത് കൊടുത്ത് പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണ്ണ പലഹാരം ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അറിയാണ്ട് എൻ്റെ വായിൽ നിന്ന് വീണ് പോയി പഴംപൊരി മതിയോന്ന്. അപ്പോൾ ആളതൊന്ന് കയറി പിടിച്ചു. പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം, ടപ്പാന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്കിതിന് ഒക്കെ റെഡിയാക്കി ഇതാക്കി വരണ്ടേ, കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോഴേക്കും അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എണ്ണിപ്പറക്കൽ തുടങ്ങി. ഒന്നുമില്ല കഴിക്കാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പാക്കി തുടങ്ങി. എന്തായാലും അപ്പോൾ നമുക്ക് ഇത് ഞാനത് കാരണം ഒരു 3 നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടായത്. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഓണത്തിന് ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മ തന്നയച്ചാണ് നേന്ത്രപ്പഴം. അപ്പോൾ ഭയങ്കര പഴുത്തതല്ല, എന്നാലും പഴുപ്പുണ്ട് താനും, അങ്ങനത്തെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ 3 ഉള്ളൂ. അപ്പോൾ പകുതിയാക്കിയിട്ട് ഒക്കെ ഇങ്ങനെ വറുത്ത് കോരുക ചെയ്ത് വറുത്തിട്ട് വേഗം ഞാനിത് മോൾക്ക് വെച്ച് കൊടുത്ത്. അത് കാരണം എനിക്ക് അതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ മാവ് മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ ഒഴിച്ചൊക്കെ കൊടുക്കും ഈ വറുക്കാൻ നേരത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. വേഗം മോൾക്ക് അതൊക്കെ പൊട്ടിച്ച് ചൂടാറാനായിട്ടൊക്കെ വെച്ച് ഫാനൊക്കെ ഇട്ട് ചൂടാറ്റി അവൾക്ക് വേഗം കഴിക്കാൻ കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ച് സമാധാനമായി. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇനി അതിൻ്റെയും കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾ ദേഷ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് അവളുടെ വിശപ്പൊക്കെ മാറി ലാസ്റ്റ് ട്രിപ്പിനൊക്കെ ഇടുന്നത് കാര്യമായിട്ട് ഞാൻ അതിൻ്റെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വറുത്ത് വേഗം മോനും കൊടുത്തു കേട്ടോ. അപ്പോൾ അവരുണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് വറുത്ത് കോരി ലാസ്റ്റായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റുള്ളൊരു പഴം ഞാൻ അങ്ങനെ തന്നെ സാധാ കാണില്ലേ ഒറ്റ പൊളിച്ച് അല്ല അത് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ നീളത്തിൽ ആ രീതിയിൽ ഞാൻ വറുത്തെടുത്തു. ശരിക്കും അത് കാണുമ്പോഴാണ് പഴംപൊരിയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരിക. ഇതൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതല്ലേ. ഒരു പഴത്തിന് തന്നെ നമ്മളൊരു 2ആക്കിയിട്ട് അത് വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ വറുക്കണതല്ല. ഈ രീതിക്ക് കാണുമ്പോഴാണ് നമുക്ക് പഴംപൊരിയാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് 2 കിട്ടിയതായപ്പോഴേക്കും മക്കൾക്ക് മതിയായി. അങ്ങനെ ഞാനും അത് കഴിച്ചു. അപ്പോൾ മോൾക്ക് ഈ എണ്ണ പലഹാരം കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിലിരിക്കുന്ന കാരണം ഞാൻ വെളിച്ചെണ്ണയിലാണ് സംഭവമൊക്കെ വറുത്തെടുത്തത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാറായിരുന്നത്. അപ്പോൾ ഇപ്പം ഇനി അത് കൊടുക്കണ്ട, വയറൊക്കെ വല്ല കേടായാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഇത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ചൂടാറി കഴിയുമ്പോൾ പുറത്തും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.